അസാധ്യമെന്ന് ലോകം കരുതിയത് ഇന്ത്യ ഇന്ന് സാധിച്ചെടുക്കുകയാണ്. അതിർത്തിയിൽ ഒളിച്ചു കളിക്കുന്ന ചൈനയുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും പുതിയ ചെക്ക്മേറ്റ്. ലഡാക്കിൽ ചൈനീസ് അതിർത്തിയോട് ചേർന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തുരങ്കം അതിവേഗം യാഥാർത്ഥ്യമാകുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 15,800 അടി ഉയരത്തിൽ നിർമ്മിക്കുന്ന ഷിങ്കുൺ ല ടണലാണ് ഇപ്പോൾ ചൈനയുടെ പുതിയ പേടി സ്വപ്നം. ലോകത്ത് മറ്റൊരു തുരങ്കവും ഇത്രയും ഉയരത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടില്ല. ഹിമാചൽ പ്രദേശിനെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്ന ഈ തുരങ്കത്തിന് 4.1 കിലോമീറ്ററാണ് നീളം. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ അഥവാ ബ്രോ നിർമ്മിക്കുന്ന ഈ വമ്പൻ പ്രോജക്റ്റിന്റെ പകുതി പണികളും ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. മോശം കാലാവസ്ഥയെ പോലും വകവയ്ക്കാതെ നടക്കുന്ന നിർമ്മാണം 2028 ഓഗസ്റ്റോടെ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും. വെറും 1681 കോടി രൂപ എന്ന വളരെ ലാഭകരമായിട്ടുള്ള ചിലവിലാണ് ഇന്ത്യ ഈ അത്ഭുതം സൃഷ്ടിച്ചെടുക്കുന്നത്. മുൻകാലങ്ങളിൽ ശൈത്യകാലത്ത് ഈ പാസ് കടന്നു പോകുക എന്നത് നമ്മുടെ സൈന്യത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു. കനത്ത മഞ്ഞുവീഴ്ച കാരണം പലപ്പോഴും സൈന്യത്തിന് പിന്മാറേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ടണൽ വരുന്നതോടെ ഹിമാചൽ പ്രദേശിലെ ലാഹോൾ റാലിയിൽ നിന്ന് ലഡാക്കിലെ സാൻസ്കർ വാലിയിലേക്ക് ഏത് കാലാവസ്ഥയിലും നേരിട്ടുള്ള യാത്ര സാധ്യമാകും. ചൈനയുമായിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിലെ സംഘർഷങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇപ്പോൾ സമാനതകളില്ലാത്ത പ്രാധാന്യം നൽകുന്നത്. ശൈത്യകാലത്തെ കാലാവസ്ഥ മുതലെടുത്ത് അതിർത്തിയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ചൈനീസ് തന്ത്രങ്ങൾ ഇനി ഇവിടെ വില പോകില്ല. ഈ ടണൽ യാഥാർത്ഥ്യമാകുന്നതോടെ സൈനികർക്കും യുദ്ധ ടാങ്കുകൾക്കും മറ്റ് അവശ്യ സാധനങ്ങൾക്കുമൊക്കെ ഏത് പ്രതികൂല കാലാവസ്ഥയിലും അതിർത്തിയിലേക്ക് കുതിച്ചെത്താനാകും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പൂർണ്ണമായും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നിർമ്മിക്കുന്ന ടണലിൽ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ 500 മീറ്റർ ഇടവിട്ട് പ്രത്യേക ക്രോസ് പാസേജുകളും എക്സിറ്റുകളും ഒരുക്കുന്നുണ്ട്. ചുരുക്കത്തിൽ അതിർത്തിയിൽ ചൈനയ്ക്ക് മുകളിൽ ഇന്ത്യ വയ്ക്കുന്ന കൃത്യമായിട്ടുള്ള ഒരു ചെക്ക് തന്നെയാണ് ഷിങ്കുൺ ല ടണൽ എന്ന് പറയുന്നത്. ഇത് സൈനിക ആവശ്യങ്ങൾക്ക് മാത്രമല്ല ലഡാക്കിന്റെ സാമ്പത്തിക പുരോഗതിക്കും വലിയൊരു കുതിപ്പേകും. ഇനി ഇതിനെതിരെ വമ്പൻ പ്രതിഷേധങ്ങളുമായി രാഹുൽ ഗാന്ധി എന്നാണാവോ രംഗത്തിറങ്ങുക എന്നാണ് ഇനി നമ്മൾ അറിയേണ്ടത്. പരിസ്ഥിതിവാദവും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചൈനയ്ക്കെതിരെ ഇന്ത്യ എന്ത് പദ്ധതി കൊണ്ടുവന്നാലും അത് കൊണ്ടുവരുന്നത് മോദി സർക്കാർ ആയതുകൊണ്ട് അതിന് കുറുകെ നിൽക്കുക എന്നതാണല്ലോ അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം കലാപരിപാടി. രാജ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചൈനയുടെയും പാകിസ്ഥാന്റെയും ശബ്ദമായി മാറുമ്പോൾ അദ്ദേഹത്തിന് മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ. എന്തായാലും ഭാരതത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന ഇത്തരം വികസനങ്ങൾ ശത്രു രാജ്യങ്ങളുടെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും നെഞ്ചെടുപ്പ് കൂട്ടുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ന്യൂസ് ഡെസ്ക്.